എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കോ കുക്കിംഗ് അറിയാത്തവർക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. വളരെ കുറച്ച് സമയം മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് കോവയ്ക്ക കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അധികം മൂക്കാത്ത കോവയ്ക്ക നോക്കി വേണം എടുക്കാൻ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇത് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഇത് വറക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതുപോലെ കോവയ്ക്ക വറക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വറുത്തെടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് ആ ഒരു രീതിയിൽ വറുത്തെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായ രീതിയാണ്. കുറച്ചും കൂടെ ക്രിസ്പിയും പെർഫെക്റ്റും ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വറുത്ത് കോരിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി നല്ല പിഞ്ച് കോവയ്ക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ കോവയ്ക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.